പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന ശില്പം പൂർത്തിയാവുകയാണ്. എൻഡോസൾഫാൻ ദുരിതം പ്രമേയമാക്കി ഒരുക്കിയതാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വളപ്പിലെ ഈ ശില്പം. ആ ശില്പത്തിന്റെ കാഴ്ചകളോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ശേഷം വാർത്തകളിൽ ഇതുവരെയിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം. കാനായി കുഞ്ഞിരാമന്റെ ശില്പവിസ്മയം വീണ്ടും കൺമുൻപിലേക്ക്. ആകാശത്തോളം വലിപ്പമുള്ള ശില്പങ്ങളുമായി പിന്നെയും വരികയാണ് അയാൾ. കയ്യിൽ ഉളിയും ചുറ്റികയുമായി 87-ാം വയസ്സിലും കോൺക്രീറ്റിൽ ഭാവരൂപങ്ങൾ കൊത്തിയെടുക്കുന്നു. ഇത്തവണ കാസർഗോഡാണ് ശില്പമൊരുങ്ങുന്നത്. പേര് അമ്മയും കുഞ്ഞും. എൻഡോസൾഫാനാണ് പ്രമേയം. ആകാരമാണ് കാനായിയുടെ പൊതുഭാഷ. അതിൽ കുടിയിരുത്തുന്ന വികാരമാണ് പ്രമേയം. 110 അടി വലിപ്പമുള്ള ശംഖുമുഖത്തെ സാഗരകന്യക, 20 അടിയുള്ള വേളിയിലെ ശംഖ്, 30 അടി വലിപ്പത്തിൽ മലമ്പുഴയിലെ യക്ഷി, 40 അടിയിൽ ഇപ്പോഴിതാ കാസർകോട്ടെ അമ്മയും കുഞ്ഞും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വേദന അടയാളപ്പെടുത്തുന്നതാണ് ശില്പം. അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മ, കയ്യിൽ ദൈന്യതയാർന്ന മുഖവുമായി 2 കുഞ്ഞുങ്ങളും. കാനായി എൻഡോസൾഫാൻ ദുരിതത്തെ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്. 18 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ അമ്മയും കുഞ്ഞും. അപ്പോഴും ആകുലത കേരളത്തിലെ കലാപ്രവർത്തകരെ ഓർത്താണ്. ഇപ്പോൾ കലാകാരന്മാർക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം. കേരളത്തിൽ രക്ഷയില്ല. കലാകാരന്മാർക്ക് ജീവിക്കാൻ ജോലി കിട്ടിയിട്ട് ഒന്നും രക്ഷയില്ല. അത് വലിയൊരു പ്രശ്നമാണ് കലാകാരന്മാരുടെ. അപ്പം അതിനെന്താ പരിഹാരം എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. നോക്കാൻ എന്തായാലും ഈ തലമുറ അടുത്ത തലമുറയിലും ഉണരണം. ശില്പം പൂർത്തിയാകുന്നതോടൊപ്പം കാനായിയുടെ ആത്മകഥ കൂടി പുറത്തു വരികയാണ്. ശിലാലിഖിതം എന്ന പേരിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ ലക്കം മുതൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.